ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത അക്കൗണ്ടൻസിയിലെ പാർട്ട് 1 പാർട്ട്ണർഷിപ്പിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിൽ ചോദിക്കുന്ന കുറച്ച് തിയറി ക്വസ്റ്റ്യൻസും കുറച്ച് ഇമ്പോർട്ടൻറ്റ് തിയറീസും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ കൂട്ടായ പരിശ്രമത്തിലൂടെയോ വ്യാപാരം നടത്തിയാൽ ഉണ്ടാകുന്ന ലാഭം പങ്കുവെക്കണമെന്നുള്ള വ്യവസ്ഥയിൽ രണ്ടോ അതിലധികമോ വ്യക്തികളോ തമ്മിലുണ്ടാക്കുന്ന ബന്ധമാണെന്ത്? പങ്കാളിത്തം. പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ വ്യക്തികൾ ഉണ്ടായിരിക്കണം. അവരൊരു കരാറിൻ്റെ മേലാണ് അവർ ആ പാർട്ട്ണർഷിപ്പിൻ്റെ സ്ഥാപനം ആരംഭിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ലാഭമായാലും നഷ്ടമായാലും അവർ ഒരു എഗ്രി ചെയ്തിരിക്കുന്ന റേഷ്യോയിൽ പങ്കിടാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ചേർന്ന് നടത്തുന്ന ഒരു സംരംഭത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചർ പഠിച്ചു വെക്കണം. പങ്കാളിത്തത്തിലെ സവിശേഷതകൾ പഠിക്കുക. രണ്ടോ അതിലധികമോ വ്യക്തികളുടെ അസോസിയേഷൻ. പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് മിനിമം 2 ആളെങ്കിലും വേണം. രണ്ടോ അതിലധികമോ വ്യക്തികളുടെ അസോസിയേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളും സമ്മതിച്ച കരാറാണ്. ഇപ്പോൾ ഒരു 4 പേര് കൂടിയിട്ടാണെങ്കിൽ ആ 4 പേരും തമ്മിൽ എന്തുണ്ട്? അവർ 4 പേരും ആ ഒരു കരാറിൽ സമ്മതിച്ചിരിക്കും എല്ലാ കാര്യങ്ങളും. എന്തൊക്കെയാണ്, എങ്ങനെ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം, എങ്ങനെ നഷ്ടങ്ങൾ തീർക്കണം, അവരുടെ ബാധ്യത എങ്ങനെയാണ്, എത്ര കാലം ഈ ബിസിനസ് കൊണ്ടുപോകണം, എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യത്തിലും ആ വ്യക്തികൾ കരാറ് സമ്മതിച്ചിരിക്കും. ബിസിനസ്സിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ പാർട്ട്നേഴ്സ് എത്ര കാലം ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നു, അല്ലെങ്കിൽ ആ പാർട്ട്ണർഷിപ്പ് എന്ന് അവസാനിക്കുന്നു, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ മരണം, അതുവരെയാണ് ആ പാർട്ട്ണർഷിപ്പ് നിലനിൽക്കുന്നത്. ആ പാർട്ട്നേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ എന്തില്ല, നമ്മുടെ പാർട്ട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല. പിന്നെ എല്ലാവർക്കുമായി എല്ലാവരാലും അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ ബിസിനസ് നടത്തുന്നത് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു സവിശേഷതയാണ്. എല്ലാവർക്കുമായിട്ട് എല്ലാവരാലും, പരസ്പരം എല്ലാവരും കൂടെ ഒരുമിച്ചോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും ഒരാൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ബിസിനസ് നടത്തി പോവാം. ലാഭം നഷ്ടം പങ്കിടൽ. ലാഭം നഷ്ടം പങ്കിടുന്നത് ഒരു റേഷ്യോ ഉണ്ടായിരിക്കും. ഒന്നും പറഞ്ഞില്ലെങ്കിൽ തുല്യമായിട്ട് അത് പങ്കിട്ടെടുക്കും. എത്രയാണ് അതിന് സവിശേഷതകളിൽ പറയുന്നത്. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നുണ്ട്. പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഡ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റ് ഒന്നില്ലെങ്കിൽ വാക്കാലോ പറയാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കാം. എഴുതി തയ്യാറാക്കിയ രേഖയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ പങ്കാളിത്ത കരാർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പങ്കാളിത്ത കരാർ രേഖാമൂലം നൽകാൻ നിർദ്ദേശിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പങ്കാളിത്ത കരാർ രേഖാമൂലം നിർദ്ദേശിക്കുന്നത്? കാരണം എഴുതി തയ്യാറാക്കുന്നത് എന്തിനാണ്? ജസ്റ്റ് വാക്കാലെ പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് എഴുതണം എന്ന് പറയുന്നത്? കാരണം പങ്കാളികൾക്കിടയിൽ തർക്കം, വഴക്ക്, തെറ്റിദ്ധാരണ എന്നിവ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എഴുതി തയ്യാറാക്കുന്നതാണ് നല്ലത്. പങ്കാളികൾ അവരവരുടെ അവകാശങ്ങൾ, കടമകൾ, ബാധ്യതകൾ എന്നിവയിൽ നിലനിൽക്കാൻ, ബിസിനസ് സുഗമമായി തുടരുന്നതിന് ആരോഗ്യകരമായിട്ട് അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ട്. വാക്കാലെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൂഫും ഇല്ല. പക്ഷേ എപ്പോഴും എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു പ്രൂഫുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ മാറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൂഫ് വെച്ച് നമുക്ക് സമർത്ഥിക്കാനായിട്ട് പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കണ്ടൻറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പങ്കാളിത്ത കരാറിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു 5-6 പോയിന്റെങ്കിലും പഠിച്ചു വയ്ക്കാം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്, പിന്നെ അതിൽ പങ്കാളികളുടെ പേരും മേൽവിലാസവും, പിന്നെ അവരെന്ത് കച്ചവട രീതിയാണ്, എന്താണ് കച്ചവടം ചെയ്യുന്നത്, പിന്നെ പങ്കാളിത്ത കാലാവധി, എത്ര കാലത്തേക്കാണ് അവർ പാർട്ട്ണർഷിപ്പ് ബിസിനസ് എഴുതിയിരിക്കുന്നത്, പങ്കാളികൾ കൊണ്ടുവന്ന മൂലധനം എത്രയാണ്, മൂലധനത്തിന് എത്ര പലിശ കൊടുക്കുന്നുണ്ട്, പങ്കാളികൾ എന്തൊക്കെ വിഡ്രോ ചെയ്തിട്ടുണ്ട്, ആ മൂലധനത്തിൽ നിന്ന് ഡ്രോയിങ്സുകൾ എത്ര ഉണ്ട്, ആ ഡ്രോയിങ്സിൻ്റെ പലിശ എത്രയാണ്, പിന്നെ ഓരോ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ശമ്പളം, കമ്മീഷൻ, പിന്നെ പങ്കാളികൾക്ക് നൽകേണ്ട മറ്റ് പ്രതിഫലങ്ങൾ, പങ്കാളികളുടെ അവകാശങ്ങൾ, ചുമതലകൾ, ബാധ്യതകൾ, ഇത്രയും കാര്യങ്ങൾ പങ്കാളിത്ത കരാറിൻ്റെ ഉള്ളടക്കത്തിലുണ്ട്. ഒരു 5-6 പോയിന്റെങ്കിലും പഠിച്ചു വയ്ക്കുക. ഇനി പങ്കാളിത്ത കരാറിൻ്റെ അഭാവത്തിൽ, ഇനി പങ്കാളിത്ത കരാറിൽ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി പങ്കാളിത്ത കരാറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ചെയ്യുക. എന്താണോ പങ്കാളിത്ത കരാറിൽ പറഞ്ഞത് അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ പറഞ്ഞ പോലെ നമ്മൾ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ലാഭമോ നഷ്ടമോ തുല്യമായിട്ട് പങ്കിടുക. പങ്കാളിത്ത കരാറിൽ ലാഭവും നഷ്ടവും വീതിക്കണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലാഭവും നഷ്ടവും തുല്യമായിട്ട് വീതിക്കണം. മൂലധനത്തിന് എന്ത് കിട്ടില്ല? പലിശ കിട്ടില്ല. ഡ്രോയിങ്സിന് നമ്മൾ എന്ത് കൊടുക്കണ്ട? അങ്ങോട്ട് പലിശ കൊടുക്കണ്ട. മൂലധനത്തിനും പലിശ ഇല്ല, ഡ്രോയിങ്സിനും പലിശ ഇല്ല. അടുത്തത് നോക്കുക, ശമ്പളം, കമ്മീഷൻ കൊടുക്കില്ല.
പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും കൊടുക്കില്ല. പക്ഷേ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിലും പാർട്ട്നേഴ്സ് എന്തെങ്കിലും ലോൺ കൊടുക്കുകയാണെങ്കിൽ 6% പലിശ കൊടുക്കണം. വായ്പയുടെ പലിശ എത്രയാണ്? 6%. ഇത് വൺ വേർഡ് ആയിട്ടും ചോദിക്കും, മാച്ച് ദ ഫോളോയിങ്ങിനും ചോദിക്കും. മോഡൽ എക്സാമിന് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ചിരുന്നു. പിന്നെ നിങ്ങൾക്ക് പ്രോബ്ലമായിട്ട് ചിലപ്പോൾ ചോദിക്കുന്നതായിരിക്കും എന്ത്? മൂലധന പലിശ. എങ്ങനെ മൂലധന പലിശ കാണാമെന്ന് ചോദിക്കും. മൂലധന പലിശ എപ്പോഴും പ്രാരംഭ മൂലധനത്തിലാണ് കണക്കാക്കുക. ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ മുകളിലാണ് കണക്കാക്കുക. അതിൽ പറയുന്നത് ഈ ഒരു ഫോർമാറ്റാണ്. ഇതങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. വർഷാവസാനമുള്ള മൂലധനം ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ് കൂട്ടുക, അതിൽ നിന്ന് അധികം കൊണ്ടുവന്ന മൂലധനം കുറയ്ക്കുക, മൈനസ് ലാഭത്തിൻ്റെ വിഹിതം. എന്തെങ്കിലും ലാഭത്തിൻ്റെ വിഹിതം ഉണ്ടെങ്കിൽ അതും കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും. അതിൻ്റെ മുകളിൽ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? പലിശ കണ്ടുപിടിക്കാൻ. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് വന്നിട്ടുണ്ട്. പ്രോബ്ലം നോക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിലിപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പങ്കാളിത്ത ഡീഡിൽ വ്യക്തമാക്കിയ നിരക്കിൽ പിൻവലിക്കൽ തീയതി മുതൽ അക്കൗണ്ടിംഗ് കാലയളവിൻ്റെ അവസാനം വരെ പലിശ ഡ്രോയിങ്ങുകൾ കണക്കാക്കുന്നു. ഡ്രോയിങ്ങുകളുടെ പലിശ കാണാൻ ഡ്രോയിങ്ങിൻ്റെ അളവ് എത്ര രൂപയാണ് നമ്മൾ വിഡ്രോ ചെയ്തത് ഇൻറ്റു നിരക്ക് ഇൻറ്റു കാലയളവ് ബൈ 12. ഓരോ മാസത്തിനും തുടക്കത്തിലാണ് പിൻവലിക്കുന്നതെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ പലിശ കാണാൻ എന്താണ് വേണ്ടത്? നമ്മൾ 6.5/12 ആവറേജ് മാസമായിട്ട് എടുക്കണം. ഇനി ഓരോ മാസത്തിൻ്റെ മധ്യത്തിൽ പിൻവലിക്കൽ തുല്യമായി നടത്തുകയാണെങ്കിൽ തീയതി എന്ത് ചെയ്തിട്ടില്ല? നൽകിയിട്ടില്ല. എങ്കിൽ മധ്യത്തിലാണെങ്കിൽ 6/12 ആവറേജ് മാസമായിട്ട് എടുക്കണം. ഓരോ മാസത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ പിൻവലിക്കുന്നതെങ്കിൽ 5.5/12 ആവറേജ് മാസമായിട്ട് എടുക്കണം. അടുത്ത് പറയുന്നത് ഗുഡ്വില്ലാണ്. ഗുഡ്വില്ലിൻ്റെ തിയറി ചോദിക്കുക. അതുപോലെ തന്നെ ഗുഡ്വില്ലിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ സൽപ്പേരാണ്. ഒരു സ്ഥാപനത്തിൻ്റെ പൊതുജനങ്ങൾക്കിടയിലുള്ള പേരും പെരുമയും അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന ആസ്തിയാണ് എന്ത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിലെ കാര്യക്ഷമത, സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മതിപ്പ്, സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ സവിശേഷത തുടങ്ങിയ പല ഘടകങ്ങളിൽ ഗുഡ്വില്ല് കണക്കാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഗുഡ്വില്ലിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അതും ചോദിക്കാറുണ്ട്. ഒന്ന് സ്ഥാനം, നമ്മുടെ ബിസിനസ് എവിടെയാണ് നിൽക്കുന്നത്, ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ, അതനുസരിച്ച് ഗുഡ്വില്ല് കൂടുകയും കുറയും ചെയ്യും. പിന്നെ കച്ചവട രീതി, നേച്ചർ ഓഫ് ബിസിനസ്, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം. പിന്നെ മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമത, നല്ല കാര്യക്ഷമമായിട്ടുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ സൽപ്പേര് കൂടും. സമയഘടകം, ടൈം ഫാക്ടർ. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ, മാർക്കറ്റിൻ്റെ അവസ്ഥ, പ്രത്യേക പദവികൾ, സ്പെഷ്യൽ പ്രിവിലേജസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൽപ്പേരിനെ ബാധിക്കുന്ന ഘടകങ്ങൾ. അത് പഠിക്കണം. ഇനി സൽപ്പേര് മൂല്യനിർണ്ണയത്തിൻ്റെ ആവശ്യം എന്താണ്? ആവശ്യമുണ്ടോ സൽപ്പേര് വാല്യൂ ചെയ്യാൻ? കാരണം എന്താണ്? ലാഭ പങ്കിടൽ അനുപാതത്തിലെ മാറ്റം, പങ്കാളിയുടെ പ്രവേശനം. എപ്പോഴൊക്കെയാണ് നമുക്ക് നമ്മുടെ സൽപ്പേര് നമ്മൾ മൂല്യനിർണ്ണയം ചെയ്യേണ്ടത്? ഗുഡ്വില്ല് വാല്യൂ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെ? ഇതൊരു ചോദ്യം വരും. എപ്പോഴൊക്കെയാണ് നമ്മൾ ഗുഡ്വില്ല് അളക്കുക അല്ലെങ്കിൽ ഗുഡ്വില്ല് നമ്മൾ കണക്കാക്കുക? എപ്പോഴാണ്? നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്ന് ഓർത്താൽ മതി. നമ്മുടെ ലാഭ പങ്കിടൽ അനുപാതത്തിലെ മാറ്റം, പണ്ടത്തെ നമ്മുടെ ലാഭവും നഷ്ടം പങ്കിടുന്ന റേഷ്യോ ഉണ്ടാവില്ലേ, ആ റേഷ്യോയിൽ അവർ മാറ്റം വരുത്തുകയാണെങ്കിൽ. പിന്നെ ഒരു പങ്കാളി പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ എടുത്ത് ചെയ്യാനുണ്ട്. അഡ്മിഷൻ്റെ സമയത്ത് നമുക്ക് ഗുഡ്വില്ല് കാണണം. പങ്കാളി വിരമിക്കുന്ന സമയത്ത്, ഇതൊക്കെ പ്രോബ്ലം ചെയ്ത് ഓർത്താൽ മതി. പങ്കാളി വിരമിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻ നടത്തണം. പങ്കാളിയുടെ മരണത്തിൻ്റെ സമയത്ത് നമ്മൾ ഗുഡ്വില്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അയാൾക്ക് വേണ്ട ഗുഡ്വില്ല് അയാൾക്ക് കൊടുക്കണം. ഒരു സ്ഥാപനത്തിൻ്റെ പിരിച്ചുവിടൽ, ഈ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്വില്ല് മൂല്യനിർണ്ണയം നടത്തണം. അപ്പോൾ ഇത് പഠിക്കണം. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇനി അടുത്തത് പ്രോബ്ലം വരുന്ന ഏരിയയാണ് ഗുഡ്വില്ല് വാല്യൂ ചെയ്യുന്ന മെത്തേഡ്സ്. മൂല്യനിർണ്ണയ രീതികൾ 5 രീതികളാണുള്ളത്. ശരാശരി ലാഭരീതി, വെയ്റ്റഡ് ശരാശരി ലാഭരീതി, സൂപ്പർ ലാഭരീതി, ക്യാപിറ്റലൈസേഷൻ രീതി, സൂപ്പർ ലാഭരീതിയുടെ ഇപ്പോഴത്തെ മൂല്യരീതി. ഇപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കേണ്ടത് ശരാശരി ലാഭരീതി പഠിക്കുക, സൂപ്പർ ലാഭരീതി പഠിക്കുക, പിന്നെ ക്യാപിറ്റലൈസേഷൻ രീതിയിൽ 2 പഠിക്കുക. ഇത്രയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വരിക. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, നമ്മുടെ ആവറേജ് ലാഭരീതി മെത്തേഡ് പ്രകാരം ഇങ്ങനെ ചെയ്യുക. ഗുഡ്വില്ല് കാണാൻ വേണ്ടിയിട്ട് ശരാശരി ലാഭം, ഇത് ശരാശരി ലാഭരീതി അല്ലേ, ശരാശരി ലാഭം ഇൻറ്റു വർഷങ്ങളുടെ വാങ്ങലിൻ്റെ എണ്ണം.
എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരാശരി ലാഭം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ അതിപ്പോൾ 5 വർഷത്തെ ലാഭം തന്നതെന്ന് വെച്ചാൽ 5 വർഷത്തെ ലാഭം കൂടി കൂട്ടുക ഡിവൈഡഡ് ബൈ 5. 6 വർഷത്തെ ലാഭം തന്നിട്ടുണ്ടെങ്കിൽ 6 വർഷത്തെ ലാഭങ്ങളും കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ 6. 8 വർഷത്തെ ലാഭം തന്നെന്ന് വെച്ചാൽ 8 വർഷത്തെ ലാഭങ്ങളും കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് ലാഭം അല്ലെങ്കിൽ ശരാശരി ലാഭം കിട്ടും. ഇനി ഗുഡ് വില്ല് കാണാൻ വേണ്ടിയിട്ട് കിട്ടിയ ശരാശരി ലാഭം ഇൻറ്റു എത്ര വർഷത്തേക്കാണ് ആ ഗുഡ് വില്ല് പർച്ചേസ് ചെയ്യുന്നത്, വാങ്ങുന്ന വർഷങ്ങളുടെ എണ്ണം ഇൻറ്റു ചെയ്താൽ ഗുഡ് വില്ല് കിട്ടും. ഇതായിരുന്നു കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ എക്സാമിന് വന്ന രീതി, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ശരാശരി ലാഭരീതി. അടുത്തത് എന്താ പറയുന്നത്? ഇത് നിങ്ങൾക്ക് ചെയ്യാനില്ല, ഇത് നിങ്ങളിവിടെ നോക്കണ്ട. നിങ്ങൾ അടുത്തത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ചെയ്താൽ മതി. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് കാണാൻ വേണ്ടിയിട്ട് ഗുഡ് വില്ല് കാണാൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്, സൂപ്പർ ലാഭം ഇൻറ്റു വർഷങ്ങളുടെ വാങ്ങലെണ്ണം കാണണം. അപ്പോൾ നമുക്ക് സൂപ്പർ ലാഭം കാണണം. സൂപ്പർ ലാഭം കാണുക എങ്ങനെയാണ്? ശരാശരി ലാഭം മൈനസ് സാധാരണ ലാഭം. ശരാശരി ലാഭം നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ പഠിച്ചു. ടോട്ടൽ പ്രോഫിറ്റുകളൊക്കെ കൂട്ടി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഹരിച്ച് ശരാശരി ലാഭം കിട്ടി. ഇനി നമുക്ക് സാധാരണ ലാഭം കാണണം. സാധാരണ ലാഭം കാണാനുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ബൈ 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സാധാരണ ലാഭം കിട്ടും. ശരാശരി ലാഭത്തിൽ നിന്ന് സാധാരണ ലാഭം കുറച്ച് എന്ത് കിട്ടും? സൂപ്പർ ലാഭം കിട്ടും. സൂപ്പർ ലാഭത്തിനെ വാങ്ങുന്ന വർഷങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ അതിൻ്റെ ഗുഡ് വില്ല് കിട്ടും. അടുത്തത് നിങ്ങൾക്ക് ഈ മോഡൽ എക്സാമിന് ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ് ചോദിച്ചത്, അതൊന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ രീതി പറയുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ഉണ്ട്. അങ്ങനെ 2 രീതിയാണ് വരുന്നത്. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് കാണാൻ വേണ്ടിയിട്ട് ഗുഡ് വില്ല് കാണാൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ കഴിഞ്ഞതിൽ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുവച്ചില്ലേ, ആ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിച്ചാൽ നമ്മൾ ആവറേജ് ലാഭം ഇൻറ്റു ശരാശരി ലാഭം മൈനസ് സാധാരണ ലാഭം അങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് കാണുക? ആ സൂപ്പർ പ്രോഫിറ്റ് കാണാം. കിട്ടിയ സൂപ്പർ പ്രോഫിറ്റിനെ ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്തായി? ക്യാപിറ്റലൈസേഷൻ രീതി പ്രകാരം എന്തായി? ഗുഡ് വില്ലായി. അതേ ഒരു സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ് വില്ല് കാണാൻ, ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലാണെങ്കിൽ ഗുഡ് വില്ല് കാണാൻ സൂപ്പർ പ്രോഫിറ്റ് വരെ കണ്ടുപിടിക്കുക. അതും മുന്നത്തെ മെത്തേഡ് പ്രകാരം സൂപ്പർ പ്രോഫിറ്റ് വരെ സൂപ്പർ ലാഭം വരെ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്താൽ നമുക്ക് എന്തായി? ഗുഡ് വില്ലായി. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ ഗുഡ് വില്ല് കാണാനുള്ള ഇക്വേഷൻ എന്താ? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നെറ്റ് അസെറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കാണാൻ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്തിനും ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ചെയ്താൽ മതി. ഗുഡ് വില്ല് കാണാൻ ശരാശരി ലാഭത്തിൻ്റെ മൂലധന മൂല്യം, ശരാശരി ലാഭത്തിൻ്റെ മൂലധന മൂല്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് അറ്റ ആസ്തി. അറ്റ ആസ്തി എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ അസറ്റുകളിൽ നിന്ന് ലൈബിലിറ്റി കുറച്ച് കഴിഞ്ഞ് എന്ത് കിട്ടി? അറ്റ ആസ്തി കിട്ടി. മൊത്തം ആസ്തികൾ മൈനസ് പുറത്തുള്ള ബാധ്യത. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത്രയും മെത്തേഡുകൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും ഡിസ്കസ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്സ്.